കൊല്ലത്തെ കൊലപാതക വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത്. കൊട്ടിയം ഉമേനല്ലൂർ സ്വദേശി ദിലീപാണ് കൊല്ലപ്പെട്ടത്. ചാത്തന്നൂർ ഉളിയനാടാണ് സംഭവം. കല്ലുവാതുക്കൽ സ്വദേശി വരുൺ കസ്റ്റഡിയിലായിട്ടുണ്ട്. യുവതിക്ക് മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് സൂചന. വിവരങ്ങൾ മനോജ് നൽകും. മനോജ്, ഇന്നലെ കരുനാഗപ്പള്ളിയിലെ ആ കൊലപാതകത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പെയാണ് കൊല്ലത്ത് മറ്റൊരു കൊലപാതകം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. ഈ ചാത്തന്നൂർ ഉളിയനാട് വെച്ചാണ് ഈ കൊട്ടിയം ഉമേനല്ലൂർ സ്വദേശിയായിട്ടുള്ള ദിലീപ് അവിടേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ വരുണും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന തല്ലി കൊന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് അവിടെ ഒരു സംഘർഷം നടന്നിരുന്നു, ഒരു അടിപിടി ഉണ്ടായതിനെ തുടർന്ന് പിന്നാലെ തന്നെ ഈ ദിലീപ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ വീണ ദിലീപിനെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതായത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണ്. ഈ ദിലീപിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ കല്ലുവാതുക്കൽ സ്വദേശിയായിട്ടുള്ള വരുണിനെ കസ്റ്റഡിയിലെടുത്തത്. യുവതിക്ക് മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തർക്കവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം. എന്തായാലും ഈ യുവതിയെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും കല്ലുവാതുക്കൽ സ്വദേശി അരുണാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ ചാത്തന്നൂർ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ഈ ദിലീപിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണുള്ളത്. ഈ ദിലീപ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവുന്നത്. എന്നാൽ ഈ പ്രതികൾ, അതായത് ഈ പോലീസ് പിടികൂടിയവർ ആദ്യം നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ദിലീപ് കുഴഞ്ഞു വീണു എന്നുള്ളതാണ്. പക്ഷെ അതല്ല സംഭവമെന്ന് പോലീസ് കണ്ടെത്തി. ഈ സ്ഥലത്ത് നിന്നും, അതായത് ഈ ഉളിയനാട് അവിടെ ഒരു കലിങ്കുണ്ട്, ആ കലിങ്കിന് സമീപത്ത് ഇത്തരത്തിലൊരു സംഘർഷം നടന്നുവെന്നും അവിടെ ചോരപ്പാടുകൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഈ വരുണുമായി ബന്ധപ്പെട്ട ഈ തർക്കം, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. എന്തായാലും ഇതിലിപ്പോൾ ഈ വരുണും അതോടൊപ്പം തന്നെ ഒരു യുവതിയുമാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ തുടർ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ദിലീപിന്റെ മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഓക്കെ മനോജ്.